എന്താ റോയിച്ച എങ്ങനെ ഇരിക്കുന്നേ? എനിക്കറിയാം റോയിച്ച, റോയിച്ചൻ എപ്പോഴും ഇന്നലത്തെ കത്തിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയല്ലേ? ഏയ് അതൊന്നുമല്ല. എനിക്കറിയില്ലേ റോയിച്ചനെ, ഇങ്ങനെ ഇരിക്കുന്ന റോയിച്ചനെ കണ്ടു നിൽക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. പറ റോയിച്ച, എന്താ പ്രശ്നം? നിനക്കറിയാലോ, ഞാനിതുവരെ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല. എൻ്റെ കാര്യം മാത്രം നോക്കി നടന്നിട്ടുമില്ല. ശരിയാ, പണ്ട് കുറേ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ തിരുത്തി ഇപ്പം ഞാൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതെനിക്ക് അറിയാവുന്ന കാര്യമില്ല റോയിച്ച. റോയിച്ചന്റെ മനസ്സ് വിഷമിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരുടെ മനസ്സ് വിഷമിക്കുന്ന പോലെയാ. ഞങ്ങൾ എല്ലാവരുടെയും പ്രശ്നം സോൾവ് ചെയ്യുന്ന റോയിച്ചന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. പ്രശ്നം പപ്പയുടെയും അമ്മയുടെയും കാശിന് കോഫി ഷോപ്പ് തുടങ്ങി. ആ കാശെല്ലാം ഇപ്പം തിരിച്ചും കൊടുത്തു. പുതിയതായിട്ടാണെങ്കിൽ ഒന്നും ശരിയാവണില്ല. ഒക്കെ ശരിയാവും റോയിച്ച. എങ്ങനെ ശരിയാവാൻ? സാറ പോയതോടുകൂടി തുടങ്ങിയല്ലോ ഇവിടുത്തെ പ്രശ്നങ്ങൾ. ജോലിക്കെടുത്ത ആ വിനീതിനെ കാണാനല്ലോ, നിനക്കറിയാലോ. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ കോഫി ഷോപ്പ് നടത്താൻ പോവാം. തൽക്കാലം എനിക്ക് കോഫി ഷോപ്പ് മതി. അയ്യോ, റോയിച്ചൻ കോഫി ഷോപ്പ് മതിയാക്കല്ലേ? എന്താ പെട്ടെന്ന് റോയിച്ചന് കോഫി ഷോപ്പ് മതിയാവൻ? ഒന്നും പറഞ്ഞു കൊടുക്ക് പാറു, കോഫി ഷോപ്പ് നിർത്തണ്ടാന്ന്. കോഫി ഷോപ്പ് മതിയാക്കാൻ പോണൂന്നല്ല പറഞ്ഞേ, തൽക്കാലത്തേക്ക് കോഫി ഷോപ്പ് മാത്രം മതിന്ന്. അത് മതി. റോയിച്ചോ, ഗുഡ് മോർണിംഗ്സ്. റോയിച്ച് എന്താ ടെൻഷനില്ല ആണോ? ടോണി ടോണിയാണ് റോയിച്ചന്റെ പ്രശ്നം. വിഷമിക്കണ്ട റോയിച്ച, ടോണിനെ ഞാൻ നിരയിക്കോളാം. അതല്ല, ടോണി എവിടെ? അവന് ഇത്തിരി നേരത്തെ പോയി. അവനെക്കുറിച്ചുള്ള എൻ്റെ പേടിയൊക്കെ മാറി. ഇതിലവൻ രക്ഷപ്പെടും. ഇനി അവൻ നന്നായിക്കോളും. പക്ഷേ ആ FM റേഡിയോ പൂട്ടും. അല്ല, എന്താ റോയിച്ചന്റെ പ്രശ്നം? ഇപ്പൊ നീയാണ് എൻ്റെ പ്രശ്നം. വേണ്ടായിരുന്നു. ഇതിലും നല്ലത് ബാലരമയായിരുന്നു. ആനന്ദേ, നിനക്ക് പണിയൊന്നുമില്ലെന്ന്? ഉണ്ട് റോയിച്ച, ഒരു സിനിമ കാണണം. അയ്യോ, ബുദ്ധിമുട്ടുള്ള പണിയാണല്ലോ. ഞാൻ സഹായിക്കണോ? അയ്യോ റോയിച്ച, നിങ്ങൾ എന്നെ തിയേറ്ററിലൊന്നും കൊണ്ടുവിടണ്ട. സിനിമ TV-ലാ. വെറുതെ അല്ല ടോണി എപ്പോഴും പ്രാർത്ഥിക്കുന്നേ ഇവൻ എത്രയും പെട്ടെന്ന് സിനിമയിൽ ഒന്ന് എടുക്കണേന്ന്. ശല്യം ഒഴിവായി കിട്ടുമല്ലോ. നീ വേഗം വാ, ഞാൻ കൊണ്ടുവന്നാക്കാം. എന്താ കാര്യം? ഒരു കാര്യം സംസാരിക്കാൻ റോയിച്ച. എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. പൊയ്ക്കോ. ഇനി ഇതും പറഞ്ഞ് കോഫി ഷോപ്പിലേക്കും വരാൻ നിൽക്കരുത്. റോയിച്ച പ്ലീസ്. എന്തായാലും പറയാനുള്ള കാര്യം കേക്ക് റോയിച്ച. ഇവന്റെ അടുത്ത് എന്ത് കാര്യം കേൾക്കാനാ പറൂ? ആരോടും മിണ്ടാതെ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ പോലും എടുത്തില്ലല്ലോ. ശരിയാ ശരിയാ, എന്റെ തെറ്റാ റോയിച്ച. റോയിച്ചന് ചിലപ്പോൾ അറിയായിരിക്കും. സാറേ സംസാരിക്കാനും കാണാനും വേണ്ടിയിട്ടാ ഞാൻ കോഫി ഷോപ്പിലേക്ക് വന്നത്. അതെ റോയിച്ച, എനിക്കവളെ ഇഷ്ടമായിരുന്നു. അവള് പോയി. അവളില്ലാതെ കോഫി ഷോപ്പിൽ നിൽക്കുന്നതിൽ ഒരർത്ഥമില്ലെന്ന് എനിക്ക് തോന്നി. തിരിച്ചു വരില്ലെന്ന് ഉറപ്പിച്ച് തന്നെയാണ് പോയത്. പക്ഷേ പിന്നെ ഞാൻ അറിഞ്ഞത് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. നിങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ആയി മാറിക്കഴിഞ്ഞിരുന്നു റോയിച്ച. ഞാനും കൂടി നിങ്ങളുടെ കൂടെ കൂടിക്കോട്ടെ. എന്നോട് പോകാൻ പറയില്ല റോയിച്ച. നീ എന്താണ് അങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ? ഇനി നീ എങ്ങോട്ടും പോകുന്നില്ല. നീ ഞങ്ങളുടെ പയ്യനല്ല. നീ പോയി മുഖം കഴുകിട്ടോ. കോഫി ഷോപ്പിലേക്ക് പോവാം. പാറു, നീ ഒരു ഓട്ടോ പിടിച്ച് പോയി. ശരി റോയിച്ച. ചെല്ലു. ഈ കരച്ചിൽ റോയിച്ചന്റെ ഒരു വീക്ക്നെസ് അല്ലേ? വന്നു നിന്ന് കരഞ്ഞ പിച്ചക്കാരെ വരെ റോയിച്ചൻ കൂടെ കൂട്ടും. അതെ, അതിനൊരു ഉദാഹരണമുള്ളോ നീ? ഗുഡ് മോർണിംഗ് എവരിബഡി. എനിക്കറിയാം നിങ്ങൾ എന്നെയും കാത്തിരിക്കുകയാണെന്ന്. അതുകൊണ്ട് ആ കാത്തിരിപ്പ് അധികം നീട്ടാതെ ഞാനിതാ എത്തി. നമുക്ക് തുടങ്ങാം. പ്രണയം തുളുമ്പി നിൽക്കുന്ന മനസ്സുകളുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും നൊമ്പരങ്ങളും പങ്കുവയ്ക്കാൻ ഞാനിതാ നിങ്ങളുടെ സ്വന്തം ടോണി ലവോളജിയുമായി. ഹലോ, ആരാണ് ആദ്യത്തെ കോളർ? ഹലോ, ഞാൻ നടരാജൻ. എൻ്റെ ഓഫീസിലെ എൻ്റെ ജൂനിയറായിട്ടൊരു പെൺകുട്ടിയുണ്ടേ. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓഫീസ് ലവ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പറയൂ, മുഴുവൻ പറയൂ. എനിക്ക് അവളെ
ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പറഞ്ഞ ജോലിയൊക്കെ അവള് ചെയ്യും, പക്ഷെ പ്രേമിക്കാൻ പറഞ്ഞ അത് മാത്രം ചെയ്യില്ല. കാണാൻ എങ്ങനെയാ, സുന്ദരിയാണോ? അല്ല പിന്നെ ഞാൻ പ്രേമിക്കുവോ? അവൾ ഓഫീസിൽ വന്ന പിന്നെ എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. പ്രേമിക്കുന്ന പെൺകുട്ടി നമ്മളോട് ദേഷ്യം കാണിച്ചാൽ അതിൽ പരം വിഷമം ഉണ്ടാക്കുന്ന വേറെ ഒന്നുമില്ല. ആ കുട്ടി ജോയിൻ ചെയ്ത അന്ന് മുതൽ തുടങ്ങിയതാണോ ഈ പ്രേമം? അല്ല, പണ്ടേ അറിയാമായിരുന്നു. പക്ഷെ അന്നും അവക്ക് എന്നെ ഇഷ്ടമല്ല. കമ്പനി വന്നിട്ടും ഒരു മാറ്റവും ഇല്ലെന്നേ. അപ്പോ നടരാജനോട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ആ കുട്ടി അവിടെ ജോയിൻ ചെയ്തത്? അതെ. എന്നാ ഒരു കാര്യം ഉറപ്പാ, ആ കുട്ടിക്ക് ഉള്ളിന്റെ ഉള്ളില് നടേട്ടനോടൊരു ഇഷ്ടമുണ്ട്, അതവള് പ്രകടിപ്പിക്കാത്ത. അയ്യോ, അത് പ്രകടിപ്പിച്ചെടുക്കാൻ ഞാൻ എന്ത് ചെയ്യണം സാറേ? ഞാനൊരു വഴി പറഞ്ഞുതരാം, അതൊന്ന് ട്രൈ ചെയ്തോ. ഇന്ന് നടരാജൻ ആ കുട്ടിയുടെ ഇമെയിലിൽ നിന്നും സ്വന്തം ഇമെയിലിലേക്ക് ഒരു ലവ് ലെറ്റർ അയക്കും. എന്താ, നടക്കൂ? ഓക്കെ, അത് ചെയ്യാം. അതിനുശേഷം ഇന്ന് കുറെ കൂടുതൽ സമയം ആ കുട്ടിയുടെ അടുത്ത് ചെലവഴിക്കാൻ ശ്രമിക്കുക. ഭയങ്കര ഹാർഷായിട്ട് പെരുമാറണം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടണം. അയ്യോ, അത് പറ്റില്ല. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. പറ്റുമെങ്കിൽ ഓഫീസ് ടൈം കഴിയുന്നത് വരെ ആ കുട്ടിയെ പിടിച്ചെടുക്കണം. എന്നിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോൾ ഒന്നും അറിയാത്തതുപോലെ ആ മെയിലിനെ കുറിച്ച് ചോദിക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ അവൾ അന്തം വിട്ടു നിൽക്കും. എൻ്റെ നിഗമനത്തിൽ അവൾക്ക് നടേട്ടനെ ഇഷ്ടമാണെങ്കിൽ അപ്പോൾ പറഞ്ഞിരിക്കും. താങ്ക് യു ടോണി. താങ്ക് യു. നമ്മളോട് സംസാരിച്ച നടരാജന് പ്രണയ സാഫല്യം നേർന്നുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകാം.